ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിലെ അവസാന മത്സരത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം ആരംഭിക്കുക. തിരുവനന്തപുരം ഹോം ഗ്രൗണ്ടിൽ ആദ്യമായി സഞ്ജു കളിക്കാൻ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ. കൂടുതൽ വിവരങ്ങൾ റാസിൻ അൻവർ നൽകും. റാസിൻ, ഇന്നാണ് കാര്യവട്ടത്ത് ന്യൂസിലാൻഡിനെതിരായ ഇന്ത്യയുടെ അവസാന മത്സരം. ഇന്ന് അവസാനമായി ഒരു മത്സരത്തിന് ഇറങ്ങുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്ത്യ ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ അവസാന മത്സരമാണ് ഇന്ന്. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം അരങ്ങേറുക. ഇരു ടീമുകളുടെയും താരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ചാർട്ടേഡ് വിമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. KCI സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ടീമുകളെ സ്വീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ലീല ഹോട്ടലിലും അതുപോലെ തന്നെ ഹയാത്ത് റീജൻസിലുമാണ് ഇരു ടീമുകൾക്കുള്ള താമസം ഒരുക്കിയിട്ടുള്ളത്. ഇനി മത്സരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മത്സരം പരമ്പര 3-1 ഇന്ത്യ മുന്നിലാണ്. അതായത് കഴിഞ്ഞ മത്സരം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മത്സരവും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മത്സരം ക്രൂഷ്യൽ, അല്ലെങ്കിൽ ഈ മത്സരം ഏറ്റവും പ്രത്യേകത നിറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ 50 റൺസിൻ്റെ കൂറ്റൻ തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ഈ തോൽവിക്ക് ശേഷമാണ് ഇന്ത്യ എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ്. ഇഷാൻ കിഷൻ, അതായത് മികച്ച ഫോമിലുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇഷാൻ കിഷൻ തിരിച്ചെത്തുമ്പോൾ സഞ്ജുവിൻ്റെ സ്ഥാനം തെറിക്കുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നു. ഇനി സഞ്ജുവിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ പരമ്പരയിലുടനീളം വളരെ മോശം പ്രകടനം മാത്രമാണ് സഞ്ജുവിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യ 3 മത്സരങ്ങളിൽ ഒരു ഗോൾഡൻ ഡക്ക് ഉൾപ്പെടെ 16 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇനി കഴിഞ്ഞ മത്സരം പരിശോധിക്കുകയാണെങ്കിൽ 160 സ്ട്രൈക്ക് റേറ്റിൽ 24 റൺസ് നേടിയെങ്കിലും ഒരു ടെക്നിക്കൽ മിസ്റ്റേക്കിലൂടെ പുറത്തായി എന്ന് വേണം തന്നെ പറയാൻ. അപ്പോൾ കേരളത്തിൻ്റെ പ്രതീക്ഷയെ ചുമലിലേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ലോകകപ്പിൽ തിരഞ്ഞെടുത്ത തീരുമാനം ശരിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സഞ്ജുവിനുണ്ട് എന്ന് തന്നെ പറയാൻ. ദീപ്തി, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കളികളിലെ മോശം പ്രകടനം ഈ ഒരു മലയാളികൾ സഞ്ജുവിന് നൽകുന്ന ഒരു പിന്തുണയെ ബാധിക്കുമെന്ന് പറയാൻ സാധിക്കുമോ? ദീപ്തി, മോശം ഫോമിൽ തുടരുമ്പോഴും തിരുവനന്തപുരത്തെ ആരാധകർ, അതായത് തിരുവനന്തപുരത്തെ ആരാധകർ അല്ലെങ്കിൽ മുഴുവൻ മലയാളി ആരാധകർ എന്ന് തന്നെ വേണം പറയാൻ. മലയാളി ആരാധകർ സഞ്ജുവിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. കാരണം സ്റ്റേഡിയത്തിലെ മുഴുവൻ ടിക്കറ്റുകളും ഇതിനോടകം വിറ്റുപോയിട്ടുണ്ട്. 80% ടിക്കറ്റുകൾ വിറ്റുപോയത് ഇന്ത്യയിൽ തന്നെ റെക്കോർഡ് വേഗത്തിലാണ്. അപ്പോൾ സഞ്ജു മോശം ഫോമിൽ തുടരുമ്പോഴും ആരാധകരുടെ സ്നേഹം, പിന്തുണ ഇത് തുടരുകയാണ്. അപ്പോൾ സഞ്ജു എപ്പോഴും പറയുന്നത് പോലെ തന്നെ തൻ്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അത് ആ കുപ്പായത്തോടുള്ള എല്ലാ തരം കൂറും അല്ലെങ്കിൽ അതിനുള്ള കൂറ് പ്രകടിപ്പിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ഈ മത്സരം സഞ്ജുവിന് പൂർണ്ണ പിന്തുണയുണ്ട്. ആ പിന്തുണയ്ക്കുള്ള പ്രകടനം കാഴ്ചവെച്ച് ലോകകപ്പിലെ ഓപ്പണിംഗ് സ്ഥാനം അരക്കെട്ട് ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ദീപ്തി, ശരി. ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിലെ അവസാന മത്സരത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം ആരംഭിക്കുക. തിരുവനന്തപുരത്തെ ഹോം ഗ്രൗണ്ടിൽ ആദ്യമായി സഞ്ജു കളിക്കാൻ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ. റാസിൻ അൻവറാണ് വിവരങ്ങൾ നൽകിയത്.